ഇവിടെ കൊലപാതകവും സ്വർണ്ണക്കടത്തും ലഹരി മരുന്നും കൈക്കൂലിയും ഒക്കെ നടത്തിയിട്ടും നമ്മുടെ നേതാക്കന്മാർ വിലസി നടക്കുകയാണ്. ചാനൽ ചർച്ചകളും വെളിപ്പെടുത്തലുകളും ഒക്കെ ആയിട്ട് സംഗതികൾ ആകെ മൊത്തം പുകയുന്നുണ്ട് എന്നല്ലാതെ യാതൊരു പുരോഗതിയുമില്ല. എന്നാൽ ഇപ്പോൾ ഇതേ സമയം ഉത്തര കൊറിയയിൽ നിന്നാണ് ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഉത്തര കൊറിയയിലെ കർശനമായ നിയമങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ 30 ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കിം ജോങ് ഉൻ. ഉത്തര കൊറിയയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും തടയുന്നതിന് പരാജയപ്പെട്ട 30 ഉദ്യോഗസ്ഥർക്കാണ് ഏകാധിപതി കിം ജോങ് ഉൻ വധശിക്ഷ വിധിച്ചത്. ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളാണ് ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ച വിവരം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ മാസം അവസാനമാണ് വധശിക്ഷ നടപ്പാക്കിയതെന്നാണ് റിപ്പോർട്ട്. ജൂലൈയിൽ ഉത്തര കൊറിയയിലുണ്ടായ പ്രളയത്തിൽ 1000-ഓളം പേർ മരിച്ചിരുന്നു. കനത്ത മഴയും ഉരുൾപൊട്ടലും ചാങ്ഗാങ് പ്രവിശ്യയിൽ കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വെള്ളപ്പൊക്കത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് കർശന ശിക്ഷ നൽകാൻ കിം ജോങ് ഉൻ ഉത്തരവിട്ടതെന്ന് ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദക്ഷിണ കൊറിയയിലെ ചോസുൻ TV റിപ്പോർട്ട് ചെയ്യുന്നു. അഴിമതി, കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി. സിഞ്ചുവിൽ നടന്ന അടിയന്തര പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശം പുറത്തുവന്നത്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്തെ 20 മുതൽ 30 ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ മാസം അവസാനം ഒരേ സമയം വധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും 2019 മുതൽ ചാങ്ഗാങ് പ്രവിശ്യ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി കാങ് ബോങ് ഹൂൺ ഉൾപ്പെടെയുള്ളവർ നടപടിക്ക് വിധേയരായവരിൽ ഉൾപ്പെടുന്നതായി ഉത്തര കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി പറഞ്ഞു. കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയം 4000-ഓളം കുടുംബങ്ങളെ ബാധിച്ചിരുന്നു. 15000 പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് പേർക്കാണ് വീടും മറ്റു സ്വത്തുവകകളും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നത്. ഇതിനു പിന്നാലെ കിം ജോങ് ഉൻ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും പ്രളയത്തിൽ മുങ്ങിയ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കാൻ മാസങ്ങളെടുക്കുമെന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അമ്മമാർ, കുട്ടികൾ, പ്രായമായവർ, പരിക്കേറ്റ സൈനികർ തുടങ്ങിയവർ ഉൾപ്പെടെ 15400 പേർക്ക് പ്യോങ്യാങ്ങിൽ സർക്കാർ അഭയം നൽകിയിരുന്നു.